ഇപ്പോൾ ദേശീയ നേതാവ് സ്മൃതി ഇറാനി ഇന്നത്തെ റാലിക്കായി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ തത്സമയം കാണുന്നത്. അമേഠി ആവർത്തിക്കും വയനാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ NDAയുടെ പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി വന്നെങ്കിൽ ഇന്ന് സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകർ, NDA മുന്നണി എന്നുള്ളതാണ്. കൃത്യസമയത്ത് തന്നെ, പറഞ്ഞ സമയത്ത് തന്നെ സ്മൃതി ഇറാനി എത്തിയിരിക്കുന്നു. ഇനി അവരുടെ റോഡ് ഷോ ഉണ്ട്. അതിനു മുൻപ് പത്രികാ സമർപ്പണം, കെ സുരേന്ദ്രനൊപ്പം എത്തി പത്രികാ സമർപ്പണത്തിലും ഭാഗമാകും സ്മൃതി ഇറാനി എന്നറിയുന്നു. ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെ സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേന്ദ്രമന്ത്രിയുടെ റോഡ് ഷോ വലിയ ഗംഭീരമാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് BJP പ്രവർത്തകർ. അവിടെ BJP പ്രവർത്തകർ അവരെ സ്വീകരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ് ഇന്ന്. കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സ്മൃതി ഇറാനിയെ പോലെയുള്ള ഒരു ദേശീയ നേതാവ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. അതിനുശേഷം അവരുടെ റോഡ് ഷോ ഉണ്ടാകും. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ വലിയ ഗംഭീരമായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നു. അതിന് പിന്നാലെ സ്മൃതി ഇറാനി ഇന്ന് വയനാട്ടിലേക്ക് എത്തുമ്പോൾ അത് ഏറെ പ്രത്യേകതകളുള്ളതാണ്. അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്നലെ രാഹുൽ ഗാന്ധിയും ഇന്ന് സ്മൃതി ഇറാനിയും വയനാട്ടിലേക്ക് എത്തുമ്പോൾ ആ രാഷ്ട്രീയ ചിത്രം ഏറെ കൗതുകം ഉള്ളതുകൂടിയാണ്. ഇപ്പോൾ പ്രത്യേക വാഹനത്തിൽ സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് പോവുകയാണ്. ശരി.